ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മണലൂർ നിയമസഭാ സീറ്റ് താൻ ആവശ്യപ്പെട്ടുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPM-ൽ നിന്ന് പുറത്താക്കിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഈ മാസം 21-ന് രാജിവെക്കും. മലക്കപ്പാറയിൽ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലിയെ കാടുകയറ്റി. പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കബാലി 5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ വഴിയിൽ കുടുങ്ങി. നാളെ ദീപാവലി. ദീപങ്ങളുടെയും മധുരത്തിന്റെയും ഉത്സവത്തെ എതിരേറ്റ് നാട്. തൃശൂരിൽ കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. മുല്ലശ്ശേരിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ച റോഡിന്റെ ശിലാഫലകം തകർത്തതായി പരാതി. ശിലാഫലകം തകർത്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP പരാതി നൽകി. ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും പുഴയിലേക്ക് വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്പാറ സ്വദേശി രമേശാണ് മരിച്ചത്. വരവൂർ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് ജില്ലാ കളക്ടർ. ആക്ഷൻ കൌൺസിലിന്റെ പരാതി തുടർ നടപടികൾക്കായി കളക്ടർ ADM-ന് കൈമാറി. വിശദാംശങ്ങളിലേക്ക്. CPM-ൽ നിന്ന് പുറത്താക്കിയ ജിയോ ഫോക്സ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും 21-ാം തീയതി രാജിവെക്കും. CPM വിട്ട് കോൺഗ്രസിൽ ചേരുകയാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പരസ്യപ്രസ്താവന നടത്തിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിനെ CPM ജില്ലാ കമ്മിറ്റി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. പാർട്ടി നയവും അച്ചടക്കവും ലംഘിച്ച് പരസ്യപ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. ഏറെക്കാലങ്ങളെ പാർട്ടി പരിപാടിയിൽ നിന്ന് ജിയോ ഫോക്സ് വിട്ടുനിൽക്കുകയായിരുന്നു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ എളവള്ളി പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥയിൽ നിന്നും അർഹതപ്പെട്ട സ്ഥാനം നൽകാതെ ജിയോ ഫോക്സിനെ ഒഴിവാക്കിയതായി പറയുന്നു. എളവള്ളി പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൂടാതെ ജില്ലാതലത്തിലും നിരവധി പുരസ്കാരങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേടാൻ പഞ്ചായത്തിന് കഴിഞ്ഞിരുന്നു. എളവള്ളി മാറുന്നു കോൺഗ്രസിനൊപ്പം എന്ന തലക്കെട്ടോടെ നിരവധി ഫ്ലക്സ് ബോർഡുകൾ എളവള്ളിയിൽ ഉയർന്നിട്ടുണ്ട്. CPM തനിക്ക് സ്ഥാനങ്ങൾ നൽകിയെങ്കിൽ പാർട്ടിക്കായി ഒട്ടേറെ കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ജിയോ ഫോക്സ് പറയുന്നു. അതായത് ഈ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പാർട്ടി എന്നെ ഏൽപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സമീപ പഞ്ചായത്തുകളുടെ ഭരണം പോലും ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും പാർട്ടിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പറക്കാട്, ചിറ്റാട്ടുകര വാർഡുകളൊക്കെ CPM-നെ സംബന്ധിച്ചോളം കിട്ടാക്കനിയായിരുന്നു. അതെല്ലാം സജീവമായ പ്രവർത്തന ഭാഗമായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഗുണം പാർട്ടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ പോസ്റ്റ് തന്നു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിക്ക് അതിന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പുറത്താക്കൽ എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് എന്നെ പുറത്താക്കിയിട്ടുള്ള കാര്യം ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടാകും. അത് ഒരു മാറ്റമില്ല. TCV ന്യൂസ്, പാവറട്ടി. കാട്ടുകൊമ്പൻ കബാലി ഷോളയാറിൽ റോഡിലിറങ്ങി 5 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ഷോളയാർ ഡാമിന്റെ പെൻസ്റ്റോക്ക് പൈപ്പ് കടന്നുപോകുന്ന ഭാഗത്താണ് ഞായറാഴ്ച കൊമ്പനെത്തിയത്. മറിച്ചിട്ട 2 ചുണ്ടപ്പനകൾ തിന്ന ആന റോഡിന്റെ നടുവിൽ നിലയുറപ്പിച്ചു. ഇതോടെ ഇരുഭാഗത്തുണ്ടായി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. 5 മണിക്കൂറാണ് യാത്രക്കാർ ദുരിതത്തിലായത്. ഇതിനിടയിലാണ് കബാലി കാറുകൾ ആക്രമിച്ചത്. കാറുകൾക്ക് ചെറിയ രീതിയിൽ കേടുപാടുകളുണ്ടായി. വനപാലകർ സ്ഥലത്തെത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ആനയെ കാടുകയറ്റാനായില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്താൻ ശ്രമിച്ചു. രാത്രിയോടെയാണ് ആന മലമുകളിലേക്ക് കയറിപ്പോയത്. നാളെ ദീപാവലി. ദീപങ്ങളുടെയും മധുരത്തിന്റെയും ഉത്സവത്തെ ആഘോഷമാക്കുകയാണ് നാട്. തൃശൂരിൽ കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശനിയാഴ്ച നാടിന് സമർപ്പിച്ച റോഡിന്റെ ശിലാഫലകം തകർത്തതായി പരാതി. MP ഫണ്ട് ഉപയോഗിച്ച് മുല്ലശ്ശേരി 2-ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത നേതാജി റോഡിൽ സ്ഥാപിച്ച ശിലാഫലകമാണ് തകർത്തിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരാകുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP മുല്ലശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി.
ചാലക്കുടി പുഴയുടെ പരിയാരം തടയണയിൽ നിന്ന് പുഴയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിലെ പുളിയിലപ്പാറ സ്വദേശി പെരുമ്പടത്തി വീട്ടിൽ രാമുവിന്റെ മകൻ 42 വയസ്സുള്ള രമേശാണ് മരിച്ചത്. അപകടം നടന്ന ഭാഗത്തു നിന്നും 2 കിലോമീറ്റർ താഴെ ചാലക്കുടി വെട്ടുകടവ് പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. തടയണയിലൂടെ പുഴ മുറിഞ്ഞു കടക്കുമ്പോൾ നിയന്ത്രണം വിട്ട സ്കൂട്ടർ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അക്ഷിതയുടെ ഭർത്താവാണ് മരിച്ച രമേശ്. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യ പ്ലാന്റ് പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ആക്ഷൻ കൌൺസിൽ കളക്ടർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്ലാന്റിന് പഞ്ചായത്ത് നൽകിയ അനുമതി ശരിവെക്കുക മാത്രമാണ് ജില്ലാ ഭരണകൂടം ചെയ്തതെന്ന് കളക്ടർ അറിയിച്ചതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഇതുവരെയും പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിനെതിരായി റിപ്പോർട്ട് നൽകുകയോ നടപടി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. പരാതി അതിന് അനുമതി കൊടുത്തിട്ടുള്ളത് തന്നെ തെറ്റായ രീതിയിലാണ്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അനുമതി. കളക്ടർ മുന്നിൽ വിവരങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് കളക്ടർ തുടർ ചർച്ചകൾക്ക് ADM-നെ ചുമതലപ്പെടുത്തി. അവരെ തന്നെ ഞങ്ങൾ ADM-വുമായി കൂടിക്കാഴ്ച നടത്തി. ADM-വുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ആക്ഷൻ കൌൺസിലിന്റെ പരാതി തുടർ നടപടികൾക്കായി കളക്ടർ ADM-ന് കൈമാറി. മാലിന്യ പ്ലാന്റിന് ലഭിച്ച അനുമതികൾ സ്വാധീനത്തിന് വഴങ്ങിയാണെന്ന പരാതി അന്വേഷിക്കാമെന്ന് ADM ഉറപ്പു നൽകി. പരാതിയിന്മേൽ തീർപ്പുണ്ടാകുന്നതുവരെ എല്ലാ നടപടികളും നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് കളക്ടറും വ്യക്തമാക്കി. കോടതിയിൽ പോയി അവർക്ക് ആവശ്യമായ കോടതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വഴിയൊരുക്കി കൊടുത്തത് വരവൂർ പഞ്ചായത്തിലെ ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണിയുമാണ്. എന്നാൽ തുടർന്ന് പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങുകയും നിരപരാധിയായ പാവപ്പെട്ട ആളുകളുടെ പേരിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൌൺസിൽ നേതാക്കളായ CU അബൂബക്കർ, വിപിൻ കൂടിയേടത്ത്, KM ഹനീഫ, ഷരീഫ് നടുവട്ടം, ഐഷ ഷെരീഫ്, വിജിത ബാബു എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. കെട്ടകാലത്ത് തോറ്റുകൊടുക്കാതെ രാജ്യത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ചെറുത്തുനിൽപ്പിനും പോരാട്ടത്തിനും തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രഥമ ബാലചന്ദ്രൻ വടക്കേടത്ത് സാഹിത്യ പുരസ്കാരം ഡോക്ടർ V രാജകൃഷ്ണന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എഴുതുകയും പോരാടുകയും ചെയ്തയാളാണ് ബാലചന്ദ്രൻ വടക്കേടത്തെന്ന് VD സതീശൻ അനുസ്മരിച്ചു. മുൻ MP TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. N ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വടക്കേടത്ത് അവസാനം എഴുതിയ മനുഷ്യവനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ നിർവഹിച്ചു. എഴുത്തുകാരൻ K രഘുനാഥന് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഡോക്ടർ PV കൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് KU രഘുരാമപ്പണിക്കർ, സനീഷ് കുമാർ ജോസഫ് MLA, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, സ്മാരക സമിതി ചെയർമാൻ സുനിൽ ലാലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ലെഗസി, കോൺഗ്രസിന്റെ ഒരു പൈതൃകത്തെ അദ്ദേഹം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഗാന്ധിയൻ തത്വചിന്തയെയും ഗാന്ധിയൻ രീതികളെയും
വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പുലിയന്നൂർ ഞാറേക്കാട്ട് രാമൻ നായർ ഭാര്യ 69 വയസ്സുള്ള നളിനിയമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ജൂൺ 22-ാം തീയതി പാഴിയോട്ടുമുറിയിൽ വെച്ചായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിനകത്തുള്ള 3 ഭണ്ഡാരങ്ങളും പുറത്തുള്ള ഭണ്ഡാരവുമാണ് കുത്തി തുറന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തീരമേഖലയിൽ ഭണ്ഡാര കവർച്ച തുടർക്കഥയായി മാറുകയാണ്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. കാവിൽക്കടവ് ശ്രീ മയൂരേശ്വരപുരം ക്ഷേത്ര പരിസരത്തായിരുന്നു സംഭവം. കാവിൽക്കടവ് മുല്ലേഴത്ത് അരുൺകൃഷ്ണ, എറിയാട് മാടത്തിങ്കൽ രാധാകൃഷ്ണൻ, കാര പുതിയ റോഡ് ചള്ളിയിൽ ബൈജു എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് വരുന്ന വഴി ഈ പട്ടി അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല. ഞാൻ വന്നപ്പോൾ ഇത് കുരച്ച് വന്ന് കടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ചു. അപ്പോഴാണ് അവിടെയും കുറേ പേരെ കടിച്ചിട്ടുണ്ടായിരുന്നു ആ പട്ടി തന്നെ. തൃശൂരിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 5 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. നെടുപുഴ സ്വദേശി അയനിക്കൽ വീട്ടിൽ സുൽഫി സുനീറിനെയാണ് അരനാട്ടുകരയിൽ നിന്ന് തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത്. റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ധന്വന്തരി പുരസ്കാരം നേടിയ അഷ്ടവൈദ്യൻ ഡോക്ടർ E.T. നീലകണ്ഠൻ മൂസിന് ആദരവുമായി തൈക്കാട്ടുശ്ശേരി ഗ്രാമം. വിവിധ ക്ഷേത്ര കമ്മിറ്റികളും സാമുദായിക സംഘടനകളും കലാകായിക സാംസ്കാരിക സംഘടനകളും ചേർന്ന് തൈക്കാട്ടുശ്ശേരി ദുർഗാ ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ആദരണീയം ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ, മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ എന്നിവർ ചേർന്ന് വൈദ്യരത്നം ഗ്രൂപ്പിന് മാനേജിംഗ് ഡയറക്ടർ അഷ്ടവൈദ്യൻ ഡോക്ടർ E.T. നീലകണ്ഠൻ മൂസിനെ ആദരിച്ചു. ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തെ അർഹിക്കുന്ന അളവിലും കരുത്തിലും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി വൈദ്യരത്നം കുടുംബവും ഡോക്ടർ E.T. നീലകണ്ഠൻ മൂസും നൽകിയിട്ടുള്ള സംഭാവനകൾ മഹത്തരമാണെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. ദുർഗാക്ഷേത്രം പ്രസിഡന്റ് വിജയൻ ചേമ്പാല അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദുർഗാദത്ത നമ്പൂതിരി, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A.A. കുമാരൻ, തൈക്കാട്ടുശ്ശേരി NSS കരയോഗം പ്രസിഡന്റ് പ്രേംകുമാർ, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് KN രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്താഭഗവതി ക്ഷേത്രം, ത്രൈലോക്യമംഗലം ശിവക്ഷേത്രം, NSS കരയോഗം തൈക്കാട്ടുശ്ശേരി, ധന്വന്തരി പുരസ്കാരം ലഭിച്ച അഷ്ടവൈദ്യൻ ഡോക്ടർ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രേംകുമാർ, ദാമോദരൻ നമ്പീശൻ, അവരാരും വ്യക്തിപരമായിട്ടുള്ള ആദരവായിരുന്നില്ല. പരമ്പരാഗത ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങളുടെ തുലാം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്കായി. ഞായറാഴ്ച 187 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സ്ഥിരമായുള്ള 4 കല്യാണ മണ്ഡപങ്ങൾക്ക് പുറമെ ഒരെണ്ണം കൂടി തയ്യാറാക്കിയിരുന്നു. താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ കൂടുതൽ കോയ്മമാരെയും തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ ദർശന ക്രമീകരണത്തിൽ വീണ്ടും പരിഷ്കാരം വരുത്തി. ഞായറാഴ്ച മുതൽ ക്ഷേത്രനട പുലർച്ചെ 3-ന് തുറന്നാൽ ഉച്ചയ്ക്ക് 2:30-നാണ് അടയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം വീണ്ടും 3:30-ന് തുറന്നാൽ രാത്രി 9 വരെ ദർശനം നടത്താം. ഏകാദശി വരെ നിലവിലെ സമയക്രമം തുടരുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ വഴിതെറ്റിയ യാത്രാസംഘം സഞ്ചരിച്ചിരുന്ന കാർ നിർമ്മാണത്തിലിരിക്കുന്ന ഓവർബ്രിഡ്ജിൽ ഇടിച്ചുകയറി. ഒഴിവായത് വൻ അപകടം. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലായിരുന്നു സംഭവം. എറണാകുളത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. വഴിതെറ്റി നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസ് റോഡിൽ കയറിയ കാർ ചന്തപ്പുര ഭാഗത്തേക്കുള്ള ഓവർബ്രിഡ്ജിൽ കയറുകയായിരുന്നു. പാലത്തിലെ വിടവിൽ ടയർ കുടുങ്ങിയതിനെ തുടർന്ന് കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. നിർമ്മാണം പൂർത്തിയാകാത്ത ഓവർബ്രിഡ്ജിലൂടെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കാർ താഴേക്ക് നിലം പതിക്കുന്ന സ്ഥിതിയായേനെ. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കാർ തിരിച്ചിറക്കുകയായിരുന്നു. ദിശാബോർഡുകളോ മുന്നറിയിപ്പോ ഇല്ലാതിരുന്നതാണ് കാർ യാത്രക്കാരെ അപകടത്തിനിടയാക്കിയത്. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം വാഹനയാത്രികർക്ക് ഭീഷണിയാവുകയാണ്.
ആലപ്പാട് പഞ്ചായത്ത് കിണറിന് സമീപം കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് തകർന്നു. ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. പെരിങ്ങോട്ടുകരയിൽ നിന്ന് വരികയായിരുന്ന കാർ ഓടിച്ചിരുന്ന മുണ്ടൂർ സ്വദേശി നിതിൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ പാടെ തകർന്നു. കനത്ത മഴയിൽ റോഡിൽ നിറഞ്ഞ വെള്ളത്തിൽ നിയന്ത്രണം വിട്ടായിരുന്നു അപകടം. പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാതയിൽ പുളിങ്കൂട്ടം പെട്രോൾ പമ്പിന് സമീപം ഗുഡ്സ് ട്രാവലർ അപകടത്തിൽപ്പെട്ടു. പാതയോരത്തെ KSEBയുടെ പോസ്റ്റ് ഇടിച്ചു തകർത്ത ട്രാവലർ മറ്റൊരു ഇരുമ്പ് പോസ്റ്റിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. വാഹനത്തിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കേരള ക്ഷേത്രകല കുറുങ്കുഴൽ കലാകാര കൂട്ടായ്മയുടെ 5ാം വാർഷികാഘോഷം പാറമേക്കാവ് അഗ്രശാലയിൽ നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രകല കുറുങ്കുഴൽ കലാകാര കൂട്ടായ്മ സെക്രട്ടറി പട്ടിക്കാട് അജി അധ്യക്ഷത വഹിച്ചു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, വാദ്യ കലാകാരന്മാരുടെ സംഘടനാ ഭാരവാഹികളായ പെരുവനം സതീശൻ മാരാർ, അന്തിക്കാട് പത്മനാഭൻ, തൃപ്രയാർ അനിയൻ മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കുറുങ്കുഴൽ ആചാര്യന്മാരായിരുന്ന പോഴങ്കണ്ടത്ത് രാമപ്പണിക്കർ, കൊമ്പത്ത് കുട്ടപ്പണിക്കർ എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കുറുങ്കുഴൽ പുരസ്കാരം ഗുരുവായൂർ സേതുവിനും യുവപ്രതിഭാ പുരസ്കാരം പട്ടിക്കാട് വിശ്വനാഥനും കിഴക്കൂട്ട് അനിയന്മാരാർ സമർപ്പിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മാളയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. മാള പള്ളിപ്പുറം സ്വദേശി അരിപ്പുറത്ത് വീട്ടിൽ സിറാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു സംഭവം. പത്തനംതിട്ട സ്വദേശി അഭിലാഷ് രാജ്, കൊല്ലം സ്വദേശി അനിൽകുമാർ എന്നിവരെ ആക്രമിച്ച കേസിലാണ് നടപടി. ഈ കേസിൽ മാള പള്ളിപ്പുറം സ്വദേശി പാറയിൽ സുരേഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാർ ഓടിക്കാൻ കൊടുക്കാത്തതിലുള്ള വിരോധത്തിൽ യുവാവിനെ തടഞ്ഞു നിർത്തി പേനക്കത്തി കൊണ്ട് ആക്രമിച്ച പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് കാര സ്വദേശി ചെറുവീട്ടിൽ ഷിനാസാണ് അറസ്റ്റിലായത്. എടവിലങ്ങ് കൈതക്കപ്പറമ്പിൽ വീട്ടിൽ അജിനാസിനെ ആക്രമിച്ച കേസിലാണ് നടപടി. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ജില്ലാ ആർച്ചറി അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. വിവിധ ക്ലബ്ബുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി 200ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് സംഘടിപ്പിച്ച വാക്കത്തോണിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ്, വാക്കേഴ്സ് ക്ലബ്, വെറ്ററൻസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. കുട്ടനല്ലൂരിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിൽ ഫ്ളാഗ് ഓഫ് റവന്യൂ മന്ത്രി K. രാജൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, വാക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് VK ജലീൽ, വെറ്ററൻസ് അസോസിയേഷൻ ട്രഷറർ ഷാജി ചെറിയാൻ, കോർഡിനേറ്റർ ജോജു വർക്കി തുടങ്ങിയവർ കുട്ടനല്ലൂരിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിന് നേതൃത്വം നൽകി. ഓലപ്പടക്കം മാലയായി കെട്ടുന്നതിനുള്ള യന്ത്രം നിർമ്മിച്ചിരിക്കുകയാണ് അളഗപ്പ നഗർ സ്വദേശി കല്ലൂക്കാരൻ സോളമൻ. ഒരു ദിവസം 25,000 ഓലപ്പടക്കം കോർത്തെടുക്കാവുന്ന യന്ത്രം 3 മാസം കൊണ്ടാണ് സോളമൻ ഉണ്ടാക്കിയത്.
വിവിധ കമ്പനികൾക്ക് വേണ്ടി കരാറടിസ്ഥാനത്തിൽ പടക്കം മാല കെട്ടിക്കൊടുക്കുന്ന സുഹൃത്ത് ജോലിഭാരം കുറയ്ക്കാനാണ് യന്ത്രം ആവശ്യപ്പെട്ടത്. ചെറിയ ആഘോഷങ്ങൾക്ക് പോലും വെടിക്കെട്ടിന് കുറഞ്ഞത് 1 ലക്ഷം ഓലപ്പടക്കം കോർത്ത മാല ആവശ്യം വരുന്നുണ്ടെന്ന് സോളമൻ പറഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ ഈ യന്ത്രം ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും സോളമൻ പറയുന്നു. ഒരു ആള് ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ 4000 പടക്കമൊക്കെയാണ് കെട്ടാൻ പറ്റുന്നത്. അതായത് മണിക്കൂറിൽ 1000 പടക്കത്തിന് താഴേക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ ഒരു 3500 പടക്കം, അതായത് ഒരു ദിവസം 8 മണിക്കൂറിൽ ഒരു 25000 പടക്കം വരെ കെട്ടാൻ പറ്റും. അപ്പം ആ ഒരു എന്താ പറയുക റിക്വയർമെന്റ് നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. പടക്കം കെട്ടുന്ന കയറും തിരിയും പിരിച്ചെടുക്കുകയാണ് സോളമന്റെ യന്ത്രത്തിന്റെ പ്രധാന ജോലി. പിരിഞ്ഞു വരുന്ന കയറിലേക്ക് 2 വീതം ഓലപ്പടക്കങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ കൃത്യമായി മാല കോർത്ത് താഴെ സജ്ജീകരിക്കുന്ന പാത്രത്തിലേക്ക് എത്തുന്നതാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം. 1 മണിക്കൂറിൽ 3000 ഓലപ്പടക്കമാണ് യന്ത്രം മാലയായി കോർത്തെടുക്കുന്നത്. പൈറോനോട്ട് എന്ന് പേരിട്ട യന്ത്രത്തിന് 40,000 രൂപയാണ് നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത്. സോളമന്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി ഭാര്യ ലില്ലി ഒപ്പമുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ ശ്രീനാരായണ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ സുദേശ് എം രഘു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് അംഗവും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ് സെക്രട്ടറി PB സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് PV ഷാജി, ട്രഷറർ SS അജിത് കുമാർ, മുൻ പ്രസിഡന്റുമാരായ TR രഞ്ജു, ഡോക്ടർ KR പ്രതാപൻ, PV നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതലായി ഞാൻ കൂടുതൽ പറയുമെങ്കിൽ പോലും ഞാൻ എൻ്റെ മകന് പോലും IIM ഇന്നേ വരെ സ്വാതന്ത്ര്യം കിട്ടി. അദ്ദേഹം പറഞ്ഞു തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബൈബിൾ ടവർ സ്ക്വയറിൽ ശതാബ്ദി സംഗീത നാടക സന്ധ്യ അരങ്ങേറി. ഫാദർ ഫിജോ ജോസഫ് ആലപ്പാട്ട് സംവിധാനം ചെയ്ത ബസലിക്കയുടെ ചരിത്ര നാടകമായ ലവ് ഓഫ് ജേണിയാണ് അരങ്ങേറിയത്. 100ഓളം ഇടവകാംഗങ്ങളാണ് നാടകത്തിൽ അഭിനയിച്ചത്. എന്തിനാ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കണേന്ന് അറിയാവുന്ന ആരെങ്കിലും വാ തുറന്ന് പറ. എന്റെ ദിവസം ചേട്ടാ ചൂടായിട്ടൊരു കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇരിക്കുന്ന ഒരു ഒറ്റെണ്ണത്തിന് എന്തിനാണ് വികാരിച്ചത് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞതെന്ന് അറിയില്ല. എനിക്കറിയാം. എന്നാ പറ. ഈ മണ്ണിൽ അലിഞ്ഞില്ലാതാവും. ദേവസ്വം ചേട്ടാ അവര് ഭ്രാന്താണ്. ആരെറിയാമെങ്കിലൊന്ന് പറ. ഇതിപ്പോ അത് പീലിപ്പോസച്ചനാണോ? ഏത് പീലിപ്പോസച്ചൻ? നല്ലൊരു ബന്ധുവൊത്ത് വരണം. അതൊക്കെ കിട്ടുന്നേ. ആ മൂത്തോൻ എന്തോ പറയണത് കേട്ടു. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കിഴക്ക് പടിഞ്ഞാറ് ഭാഗക്കാരുടെ കിരീടം എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് കുടമാറ്റം നടന്നു. ഫൊറോന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേരൂർ സാഹിതിയിൽ അക്കിത്തം സ്മൃതി പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ SK വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കവി C രാവുണ്ണി, എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകരുമായ ഷാജു പുതൂർ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, ഉഷ K വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ദയ റോയൽ ആശുപത്രിക്ക് സമീപം ഓട്ടോറിക്ഷയും ട്രാവലറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. കുന്നംകുളം സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലറും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് സിൽവർ ഐക്കൺ പുരസ്കാരം ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനും ഭാര്യയും ജനപ്രതിനിധിയുമായ ആലീസ് ഷിബുവിനും നൽകി. ചാലക്കുടി SH കോളേജിൽ നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകടൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, അഡ്വക്കേറ്റ് സേവിയർ പാലാട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ CPM നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് ആലിക്കരയിൽ തുടക്കമായി. മുൻ MLA TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി CK സുഷി അധ്യക്ഷനായി. വാർഡ് സെക്രട്ടറി
PM ഷാജഹാൻ, ജാഥ ക്യാപ്റ്റൻ TM കുഞ്ഞുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും. മഹിളാ അസോസിയേഷൻ വേണ്ടി പ്രബിൻ. ചരിത്ര പ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന്റെ 8ാം ഇടം ആഘോഷിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യബലിക്ക് ഫാദർ സെനറ്റ് കാഞ്ഞിരപ്പറമ്പിൽ, ഫാദർ അമൽ മാളിയേക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുലാഭാരം, മുട്ടിലിഴയൽ എന്നീ വഴിപാടുകൾ നടന്നു. ഈ മാസം 26-ലെ 15ാം ഇടം വരെ തിരുനാൾ നീണ്ടു നിൽക്കും. ജോലി ലഭിക്കാത്തതിന്റെയും വീടിന്റെ ലോൺ അടച്ചു തീരാത്തതിന്റെയും മനോവിഷമത്തിൽ കാട്ടകാംവാലിയിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. നടുവിൽപ്പാട്ട് വീട്ടിൽ രത്നാകരന്റെ മകൻ 29 വയസ്സുള്ള രാഹുൽ കൃഷ്ണയാണ് ആത്മഹത്യ ചെയ്തത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദുർഭരണത്തിനെതിരെ പൊരുതാം, മാറ്റത്തിന് കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്ര KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ്, ജാഥ ക്യാപ്റ്റൻ MM നിഷാദിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം പാളയം പ്രദീപ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ചന്ദ്രപ്രകാശ് ഇടമന, ഗോകുൽ ഗുരുവായൂർ, MK ജോസ്, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരുടെയും വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചേലക്കര പ്രസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തിനെയും വൈസ് പ്രസിഡന്റായി V ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. V മണികണ്ഠനാണ് സെക്രട്ടറി. M അരുൺകുമാർ ജോയിന്റ് സെക്രട്ടറി, MR സജി ട്രഷറർ, സ്റ്റാൻലി K സാമുവൽ കൺവീനർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. പ്രസ് ക്ലബിന് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മണലൂർ നിയമസഭാ സീറ്റ് എത്താൻ ആവശ്യപ്പെട്ടുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPM-ൽ നിന്ന് പുറത്താക്കിയ എലവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഈ മാസം 21-ാം തീയതി രാജിവെക്കും. മലക്കപ്പാറയിൽ റോഡിലിറങ്ങിയ കൊമ്പൻ കപാലിയെ കാടുകയറ്റി. പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കപാലി 5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ വഴിയിൽ കുടുങ്ങി. നാളെ ദീപാവലി. ദീപങ്ങളുടെയും മധുരത്തിന്റെയും ഉത്സവത്തെ എതിരേറ്റ് നാട്. തൃശൂരിൽ കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. മുല്ലശ്ശേരിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ച റോഡിന്റെ ശിലാഫലകം തകർത്തതായി പരാതി. ശിലാഫലകം തകർത്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP പരാതി നൽകി. ചാലക്കുടി പരിയാരം തടയണയിൽ നിന്ന് പുഴയിലേക്ക് വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. കുടിയിലപ്പറ സ്വദേശി രമേശാണ് മരിച്ചത്. വരവൂർ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് ജില്ലാ കളക്ടർ. ആക്ഷൻ കൗൺസിലിന്റെ പരാതി തുടർ നടപടികൾക്കായി കളക്ടർ ADM-ന് കൈമാറി. ഇതോടെ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.